അപ്പോൾ ഫോണിങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അതിന്റെ കൂടെ എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റും. ജോലി അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷേ എന്നാലും അപ്പോൾ നമ്മൾ പറയുന്നതിൽ ചിലപ്പോൾ ഇത് മിസ്റ്റേക്ക് ഉണ്ടാവും. കോൺസെൻട്രേഷൻ എവിടേക്കോ ഒന്ന് പോകും. അതറിയോ കൈമുറിയും ചിലപ്പോ ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ കൈമുറി. അത് അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വിളിക്കുന്നത് എന്നെ അറിയുന്നവർക്ക് അതറിയാം, മനസ്സിലാവും അത്. ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ചേച്ചി 9 സീരിയലുകൾ ചെയ്യാന്നൊക്കെ പറഞ്ഞത് അതും വളരെ ചുരുക്കം ആക്ടേഴ്സിന് കിട്ടുന്ന ഭാഗ്യമാണ്. അറ്റ് എ ടൈം ഇത്ര സീരിയൽസ് അല്ലെങ്കിൽ സിനിമകൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റാന്ന് പറയണത്. 9 സീരിയൽ ചെയ്യണ്ടായിരുന്നു, അതിനൊപ്പം തന്നെ സിനിമയും ചെയ്തോണ്ടിരിക്കും. ഇതൊക്കെ എങ്ങനെ എവിടെ എങ്ങനെ ഡേറ്റ് പ്രശ്നവും എല്ലാം കൂടി ഒരിടത്ത് ഇതാവും. ശരിയാ, ഡേറ്റ് പ്രശ്നമായിട്ട് പിന്നെ അവസാനം BP അടിച്ച് ഹോസ്പിറ്റലിൽ പോയി. ഒരു കിട്ടിയ പൈസ കുറെ പൈസ ഹോസ്പിറ്റലിൽ ഒറ്റടിക്ക് കൊടുത്തിട്ട് പോരും. ICUലൊക്കെ ആയിട്ടുണ്ട്. BP അടിച്ച് 2 ആലോചിച്ചിട്ട് ഡേറ്റ് കൊടുക്കാൻ ഡേറ്റിന്റെ പ്രശ്നം ഇത് കൺഫ്യൂഷൻ ആയിട്ട് അവസാനം ഒരാൾക്കും ഡേറ്റ് കൊടുക്കാൻ പറ്റൂല. അവസാനം സീരിയലാണ് സംഭവം എങ്കിൽ പോലും സിനിമയാണെങ്കിൽ ഒന്നും പറ്റില്ല. കാരണം അവർ വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ ഡേറ്റിലായിരിക്കുമല്ലോ അത് ഫിക്സ് ചെയ്തത്. സീരിയലിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്കിൽ പോലും അവർക്ക് കഥ മാറ്റിയൊക്കെ എഴുതാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സീരിയലാണ് സംഭവം. സീരിയലാകുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അപ്പുറത്ത് മാറ്റി എഴുതി വേറെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാം. എങ്കിൽ പോലും ഞാൻ ഇതിൻ്റെ പ്രശ്നം വരുമ്പോൾ എനിക്ക് BP അടിക്കും. എന്നിട്ട് പോയി ഒരു ICUവിൽ 1-2 ദിവസം മാന്യമായിട്ട് കിടന്ന് ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് തിരിച്ചു വരും. അങ്ങനെ എത്ര തവണ പോയി ഹോസ്പിറ്റലിൽ? MAJ ഹോസ്പിറ്റലിൽ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. മെഡിക്കൽ ട്രസ്റ്റിൽ മെഡിക്കൽ സെൻറ്ററിൽ 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. അങ്ങനെ പിന്നെ വേറെ തിരുവനന്തപുരത്തൊക്കെ പോയിട്ടുണ്ട്. അതേപോലെ പലപ്പോഴും പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും വീണ്ടും അടുത്ത സീരിയൽ വരുമ്പോൾ വീണ്ടും ഡേറ്റ് കൊടുക്കും. കാരണം ഒരു വർക്കും വീടില്ലായിരുന്നു. കാരണം എനിക്ക് വീട് വെക്കണ വീടിന്റെ പണി അടക്കമായിരുന്നേ. അത് ഞാൻ കേട്ടിട്ടുണ്ട്. ചേച്ചിക്ക് വലിയൊരു സ്വപ്നമായിരുന്നു സ്വന്തമായിട്ടൊരു ഈ വീട് പണി നടക്കുന്ന സമയത്താണ് ഇതെല്ലാം ചെയ്തത് കേട്ടോ. അതിന് മുന്നേ ഒന്നും അങ്ങനെ ഞാനത് ഭഗവാന്റെ അനുഗ്രഹമായിട്ടേ കണ്ടിട്ടുള്ളൂ. ആ ടൈമിൽ എനിക്ക് അത്രയും സീരിയൽ വന്നത് എനിക്ക് അതുകൊണ്ട് ആ പണി എനിക്ക് വലിയ കടമൊന്നും ഇല്ലാണ്ട് വീട് വെക്കാൻ ചേച്ചിയുടെ പ്രാർത്ഥന. ചേച്ചി വലിയൊരു റിലീജിയസ് ആയിട്ടുള്ള ഒരാളാണ്. ചേച്ചിയുടെ കൃഷ്ണ ഭഗവാനെ ചേച്ചി എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവിടുന്ന് വിളി കേട്ടപ്പോൾ ചേച്ചിക്ക് അതിനുള്ള ആരോഗ്യമുണ്ട്. അപ്പോൾ ഒരുമിച്ച് കുറേ വർക്കുകൾ ചേച്ചിക്ക് തന്നതാണ് വീടെന്ന് പറഞ്ഞ് സ്വപ്നം റെഡിയാക്കാൻ വേണ്ടിയിട്ട്. സത്യം. അത് ഇത്രയധികമൊക്കെ വർക്കുകൾ ഒരുമിച്ച് ചെയ്തപ്പോൾ എവിടേക്കോ ചേച്ചി അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ലാത്തതുകൊണ്ട് അത് ബാലൻസ് ചെയ്യാൻ പറ്റാതെ ഇടയ്ക്കൊന്ന് വന്നതാണ് BP ഒക്കെ കൂടാനുള്ള കാരണം. പക്ഷെ എന്നാലും അങ്ങനെയൊക്കെ വർക്ക് ചെയ്തതുകൊണ്ട് ചേച്ചിക്ക് സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട പോലെ ഒരു വീട് വെക്കാൻ പറ്റും. ഞാൻ റെസ്റ്റ് എടുക്കൂലായിരുന്നു ആ ടൈമില്. വീട്ടിൽ മക്കളൊക്കെ എന്നെ ഈ മാവേലി പറഞ്ഞ പോലെ ഇരുന്ന് എന്നെ കാണുന്ന ആ ടൈമില്. അമ്മ ഒന്നെന്ന് പറയാം എന്താന്ന് വെച്ചാല് എന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ പോകുമെന്നറിയാം. വന്ന് കയറി പെട്ടിയും പാക്ക് ചെയ്ത് അടുത്ത സെറ്റിൽ പോകുന്നറിയാം. അപ്പൊ അത് കുറച്ച് വർഷം അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ആ വീട് പണി തീർക്കണമല്ലോ അങ്ങനെയല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് വർഷം അങ്ങനെ അതിന് വേണ്ടിയിട്ട്. പക്ഷെ ഈ ഷൂട്ടും കാര്യങ്ങളും എല്ലാം അപ്പൊ ചേച്ചിക്ക് തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു? കൂടുതലും തിരുവനന്തപുരം തന്നെയായിരുന്നു. അപ്പൊ ആ യാത്രയും കൂടെ വരുമായിരുന്നു എറണാകുളത്ത് നിന്ന്? പിന്നെ ഉണ്ടായിരുന്നു ഒരു സീരിയൽ വടകര ഉണ്ടായിരുന്നു. പിന്നെ 2 സീരിയൽ ഒന്നോ രണ്ടോ സീരിയൽ ചാലക്കുടിയിൽ ഉണ്ടായിരുന്നു. പിന്നെ എറണാകുളത്ത് പറഞ്ഞുണ്ടായിരുന്നു. വടകര, ചാലക്കുടി, എറണാകുളം, തിരുവനന്തപുരം. ഇങ്ങനെയുള്ള യാത്രയും ഓരോ സെറ്റും. അതാ. പക്ഷെ അന്ന് വെച്ചാൽ നമുക്ക് നല്ല ആരോഗ്യമുള്ള ഒരു ഏജ് അല്ലേ. ഇതെല്ലാം പറ്റുമായിരുന്നു.